പള്ളിപ്പെരുന്നാളിന് പോവാം, അവിടെ നമ്മുടെ അമ്മുടുമോന് ഇയൊക്കെ കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് താവിടെ ആത്മഹത്യ നോക്കിക്കൊണ്ടിരിക്കുക. ആ ദേ കയ്യിൽ ബ്ലേഡൊക്കെ ഉണ്ടല്ലോ, ആ കൈ കാണിച്ചേ. കയ്യിൽ എനിക്കറിയാം പണ്ട് താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് പാടുണ്ടല്ലോ ഇപ്പോഴും. ആണ്ടാ ഒരു വെള്ള വര ഉണ്ടോ ഇങ്ങനെ. ഇതാ പോടാ, ഇത് ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴത്തേക്ക് അവിടുത്തെ കമ്പിയിൽ കൊണ്ട് കൈ ഒരഞ്ഞതാണ്. എന്തോ ഇത് കാർമസിയുടെ ഫേഷ്യൽ റേസർ. ഇപ്പൊ പള്ളിപ്പെരുന്നാളിന് പോലെ ഫേസിലൊക്കെ കുറെ രോമമുണ്ട്, അതൊന്ന് കളഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ഈ ഒറ്റ പാക്കിൽ 3 റേസേഴ്സ് ഉണ്ട്. ഇതിന്റെ ബ്ലേഡ് ഡിസൈൻ വരുന്നത് സിക്സാക്ക് ആണ്, വിച്ച് ഈസ് സോ സ്മാർട്ട്. കട്ട് ഉണ്ടാവത്തേയില്ല. കാർമസിയുടെ തന്നെ ഫേഷ്യൽ ഷേവിംഗ് ബാം അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഷേവ് ചെയ്യുന്നത്, ബിക്കോസ് നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ഞാൻ വിചാരിച്ചത് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ വീണ്ടും തിക്കറായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ഞാൻ കേട്ടോ അതൊരു മിത്താണെന്ന്. ആക്ച്വലി അത് നമ്മുടെ ഓരോരുത്തരുടെ ജനസ് പോലെ ഇരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത്. ജസ്റ്റ് ഈ ഹെയർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു എന്ന് വെച്ചിട്ട് അത് വീണ്ടും തിക്കറായിട്ട് വരത്തില്ല. കാണുമ്പോൾ ഒരു ഇത്തിരി കട്ടിപ്പ് തോന്നുമെങ്കിൽ ശരിക്കും അങ്ങനെ അല്ല. ഇതൊരു 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ച് ചെയ്യുന്നതായിരിക്കും അടിപൊളി. ഞാനിത് അപ്പർ ലിപ്പും പിന്നെ എന്റെ ഐബ്രോസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും ഐബ്രോസ് ഒക്കെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഫേഷ്യൽ ഹെയർ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. അത് സ്കിന്നിൽ ഇറിറ്റേഷൻ ഇല്ലാതിരിക്കാനാണ്. അപ്പൊ ഇത്രയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടാലോ. കറുത്ത കുറെ ഹെയർ പോയതുകൊണ്ടാണ് തോന്നുന്നു സ്കിന്ന് നല്ല ഗ്ലോയും സ്മൂത്തും ആയ പോലെ ഫീൽ ചെയ്യും. അപ്പൊ ഇനി ടൈം കളയാതെ നമുക്ക് പള്ളിപ്പെരുന്നാളിന് പോകാൻ. ഞങ്ങൾ എല്ലാ കൊല്ലം മുടങ്ങാതെ പോകുന്ന ഒരു പള്ളിപ്പെരുന്നാളാണ്. ഈ പള്ളി അറിയാവുന്നവർ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അമ്പുടുമോന് പള്ളിപ്പെരുന്നാൾ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അവന് എല്ലാ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് കാണുന്നതൊക്കെ ചൂണ്ടിക്കാണിക്കായിരുന്നു. പറയുന്നത് മൊത്തം അവനായിരുന്നെങ്കിലും കളിപ്പാട്ടം വെച്ച് കളിച്ചോണ്ടിരുന്നത് മൊത്തം വിനുക്കുട്ടയായിരുന്നു. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കൂടി പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. കുഞ്ഞിന് 2-3 കണ്ണടയും ഞങ്ങൾ കുറെ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. അപ്പൊ ഈ പ്രൊഡക്ട്സ് വേണമെന്നുള്ളവർക്ക് പേർപ്പിൾ ഫ്ലിപ്കാർട്ടിനേക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഞാനിവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. നിങ്ങൾ കൊച്ചി കൊല്ലമുള്ളവരാണെങ്കിൽ പേർപ്പിൽ നിന്ന് സെയിം ഡേ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡെലിവർ ആവും.